ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലോട്ടും എല്ലാവർക്കും സ്വാഗതം. നല്ല ഒന്നാമതൊരു ഉച്ചഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് പൂവാർ ഐലൻഡ് കാണാൻ പോയതായിരുന്നു. ഞങ്ങൾ ഇന്ന് ഐലൻഡൊക്കെ ചുറ്റിക്കണ്ട് ഭയങ്കര സന്തോഷമായി. വെയിലാണെങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ, വെയിലിൻ്റെ സമയമാണല്ലോ. അങ്ങനെ അയർലൻഡൊക്കെ ചുറ്റിക്കറങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് വിശന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റിലോട്ട് ഫുഡ് കഴിക്കാൻ പോയി. നല്ല ഒന്നാന്തരം ഒരു കണ്ണിന് കൗതുകവും ആനന്ദവും നൽകുന്ന നല്ല മനോഹരമായൊരു കാഴ്ചയാണ് അതിൻ്റെ പുറത്തൊക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നേ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ നല്ല സുന്ദരമായിട്ട് കണ്ണിനും കാതിനും ഒക്കെ മനോഹരം നൽകുന്നതുകൊണ്ട് അവിടെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള ഒരു സമയം കൂടി അവിടെ ചിലവഴിച്ചിട്ടുണ്ട്. നല്ല ഒന്നാന്തരായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സീനറികളൊക്കെ ഹോട്ടലിൻ്റെ എല്ലാ ഭാഗത്തും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും ഗിരീഷേട്ടനും അങ്കിത്തും കൂടി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ നല്ല ഒന്നാന്തരം അടിപൊളിയാണ് കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. മുമ്പ് നമ്മൾ കർണാടകയിൽ ഇതിൻ്റെ മറ്റൊരു വേർഷൻ കണ്ടിരുന്നു. അത് അടയ്ക്കയാണ്. ഇത് ചോദിക്കുമ്പോൾ അടയ്ക്കയല്ല, കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണെന്ന് പറഞ്ഞത്. അവർക്കും പേരൊന്നും അറിയില്ല. എന്നാലും അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് എന്തൊക്കെയോ ഓർഡർ ചെയ്തു. നല്ല ഒന്നാമത്തെ നല്ല രീതിയിൽ പെരുമാറുന്ന നല്ലൊരു പയ്യനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവൻ്റെ വീട് ഉത്തരാഖണ്ഡ് എന്നാണ് ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാനും ഗിരീഷേട്ടനും മീൽസും അങ്കിത്ത് ചെമ്മീൻ ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കപ്പ ഉണ്ടായിരുന്നു. പിന്നെ ഫിഷും കാര്യങ്ങളൊക്കെ നമ്മളെ വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചത് കാണിച്ചു തന്ന് അത് എടുത്തിട്ടാണ് അവർ കറിയാക്കി തന്നിരിക്കുന്നത്. അത്രയും സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് കേട്ടോ. പിന്നെ നല്ല ഒന്നാമതൊരു കരിമീൻ ഫ്രൈ ഉണ്ട്, പിന്നെ കൂന്തൽ കറിയുണ്ട്, പിന്നെ അതുകൂടാതെ ചെമ്മീൻ വീണ്ടും ഫ്രൈ ഉണ്ട്, പിന്നെ ചോറിന് കറിയാണെങ്കിൽ തോരനുണ്ട്, അവിയലുണ്ട്. നല്ല ഒന്നാന്തരം പച്ച ചമ്മന്തി, അതായത് പച്ച ചമ്മന്തി ഞാൻ പറയാൻ കാരണം ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ അരച്ചെടുക്കൂലേ, തേങ്ങയൊന്നും അധികം മിക്സ് ആക്കാതെ. അങ്ങനെ ഒന്നാന്തരം ചമ്മന്തി ഉണ്ട്, തോരനുണ്ട്, പിന്നെ അതുകൂടാതെ അച്ചാറുണ്ട്, പപ്പടം യഥേഷ്ടമുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, മോരുകറിയുണ്ട്, പരിപ്പ് കറിയുണ്ട്, രസമുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ട് ചോറിൻ്റെ കൂടെയും. അതൊക്കെ കൂടാതെയാണ് ഈ ഫിഷിൻ്റെ വെറൈറ്റിയും കൂടി വാങ്ങിച്ച്. ഏതായാലും ഫിഷ് കഴിക്കാൻ വേണ്ടി തന്നെയാണ്, സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് കയറിയത്. അങ്ങനെ പലതരത്തിലുള്ള സീ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം, ഏതാണ് കഴിക്കേണ്ടതെന്ന് തിരിയുന്നില്ല. അങ്ങനെ കപ്പ എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം ടേസ്റ്റാണ് കേട്ടോ. ആ ചാറിൽ മുക്കി അങ്ങോട്ട് കഴിക്കാൻ ഒന്നും പറയേ വേണ്ട, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മീൻകറിയിലും ഒന്നാന്തരം വെറൈറ്റി ആയിട്ട് കുറച്ച് വലിയ എരിവില്ലാത്ത വലിയ തൊണ്ടമുളകൊക്കെ ഇങ്ങനെ എണ്ണക്കകത്ത് ഇങ്ങനെ വഴറ്റിയിട്ടിട്ടുണ്ട്. ടേസ്റ്റ് പറയേ വേണ്ട കേട്ടോ, അപാര ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ആ കപ്പ മുഴുവൻ ഞാൻ കഴിച്ചു. കപ്പയുടെ പാത്രത്തിൻ്റെ നടുക്ക് കണ്ടില്ലേ, വാട്ടർ മെലോണൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കഴിച്ചു. പിന്നെ ചോറൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കറികളൊക്കെ കുറേയൊക്കെ കഴിച്ചു, അത്രയൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ കറികളൊക്കെ ഒന്നിനൊന്ന് ടേസ്റ്റാണ്. ഏതാ കഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ. പിന്നെ അവിടെ നിന്ന് കഴിക്കാതെ വന്നിരുന്നെങ്കിൽ അതൊരു നഷ്ടമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രത്തോളം ടേസ്റ്റാണ് ഈ ഫുഡും കാര്യങ്ങളൊക്കെ. സീ ഫുഡ് കഴിക്കണമെന്ന് കുറേ നാളത്തെ ഒരു വിചാരമാണ്. അങ്ങനെയാണ് ഇന്ന് സീ ഫുഡ് കഴിക്കാൻ തന്നെയാണ് നമ്മൾ ഈ അറേബ്യൻ റെസ്റ്റോറൻറ്റിലോട്ട് കയറിയത്. ഇത് അങ്ങനെ എക്സ്ട്രാ കറികളൊക്കെ ഒന്ന് ഇളക്കി കാണിക്കുകയാണ്. എങ്ങനെ ഇതൊക്കെ കഴിക്കാൻ പറ്റിയതൊക്കെ കഴിച്ചു. ഇത് ഇവരെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ പയ്യനാണ് സെർവ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഫിഷൊക്കെ കാണിച്ചു തന്നതിന് ശേഷം സെലക്ട് ചെയ്തിട്ടാണ് കറി വെച്ച് തന്നിരിക്കുന്നത്. അത്രയും നേരം വെയിറ്റ് ചെയ്യണം. നല്ല ഒന്നാന്തരം ഫുഡായിരുന്നു കേട്ടോ.